ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്നാണ്. 17-ാം അധ്യായമാണ്. അപ്പോൾ അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. 17-ാം അധ്യായം മുഴുവനും യേശുക്രിസ്തു പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ തന്നെ യേശുക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും എന്തറിയത്തില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ കാലത്തിൽ എന്ന പോലെ അന്നത്തെ കാലത്തും യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് എന്തറിയത്തില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു, യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, യോഹന്നാൻ അവൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. സ്തോത്രം. അപ്പോൾ യേശു അവരെ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞ് അവരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു. സ്തോത്രം. അപ്പം നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നു 1-ാം വാക്യം, ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, സ്തോത്രം, താൻ ഭൂമിയിലായിരിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുവാനായി അനേക മണിക്കൂറുകളാണ് യേശു പ്രാർത്ഥനയിൽ ചെലവഴിച്ചിട്ടുള്ളത്. യേശു പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ തുടങ്ങി. സ്തോത്രം. അപ്പോൾ നമുക്കറിയാം, പലരും പല നിലവാരത്തിൽ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ എത്ര സമയം പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്, എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടോ? സ്തോത്രം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. സ്തോത്രം. താൻ ആരാണെന്നുള്ളത് ലോകത്തിന് വെളിപ്പെടുത്തണേ എന്നാണ് ഇവിടെ യേശു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. പലർക്കും ആരെ മനസ്സിലാകുന്നില്ല, യേശു ആരാണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ പിതാവിന്റെ അടുക്കൽ പുത്രനായ യേശുവിനൊരു മഹത്വമുണ്ട്. ഈ മഹത്വം എന്താണെന്ന് ആർക്കറിയത്തില്ല. തൻ്റെ ചുറ്റും നിൽക്കുന്നവർക്കോ ശിഷ്യന്മാർക്കോ അറിയത്തില്ല താൻ ആരാണെന്ന്. സ്തോത്രം. അങ്ങനെ അറിയാത്തത് കൊണ്ട് ഇവിടെ പറയുകയാണ്, പുത്രനെ മഹത്വപ്പെടുത്തണമേ. സ്തോത്രം. ഹല്ലേലൂയ. 2-ാമത്തെ വാക്യം, നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. സ്തോത്രം. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന്. യേശുവിൻ്റെ അടുക്കൽ നമ്മൾ വന്നത്, യേശുവിന് നമ്മളെ കൊടുത്തത് ആരാണ്? പിതാവായ ദൈവമാണ്. കാരണം പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. പിതാവാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടുന്ന് പിടിച്ചെടുത്ത് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് യേശുവിന് അവനെ കൊടുക്കുന്നത്, യേശുവിൻ്റെ പൈതലാക്കി തീർക്കുന്നത് ആരാണ്? പിതാവായ ദൈവമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. അല്ലാതെ ഈ ഉപദേശി സുവിശേഷം പറഞ്ഞ് നമ്മൾ വരുമ്പോൾ, നമ്മൾ സുവിശേഷം പറഞ്ഞ് ഒരാൾ വരുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അയാളല്ല, പിന്നെയോ പിതാവായ ദൈവം അവനെ പിടിച്ചു കൊണ്ടുവന്ന് യേശുവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരികയാണ്. യേശുവിനെ ഏൽപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? ആ വ്യക്തി എന്ത് ചെയ്യണം? യേശുവിൽ വളരുവാൻ വേണ്ടി. യേശുവിൽ വളർന്നാൽ മാത്രമേ പിതാവിൻ്റെ അടുക്കൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ യേശുവിൽ വളരുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ആരെ കാണാൻ പറ്റൂ? പിതാവിനെ കാണാൻ പറ്റൂ. യേശു പിതാവിനോട് പ്രാർത്ഥിച്ച് പറയുകയാണ്. അതുപോലെ അതാണ് പറയുന്നത്, എങ്കിൽ മാത്രമേ നിന്റെ സന്നിധിയിൽ അവരെ എനിക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. പിതാവായ ദൈവം നമ്മെ വിളിച്ച് പുത്രന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്?
നാം ക്രിസ്തുവിൽ വളർന്ന് ഭൂമിയിലായിരിക്കുമ്പോൾ ക്രിസ്തുവിൽ വളർന്നിട്ട് ആരുടെ അടുക്കലെത്തണം? പിതാവിൻ്റെ അടുക്കലെത്തണം. അല്ലാതെ നമ്മൾ എങ്ങനെ എത്തും? യേശുവിനെ അറിയാതെ, യേശുവില്ലാതെ എങ്ങനെ പിതാവിൻ്റെ അടുക്കൽ നമ്മൾ എത്തും? മരിച്ചിട്ട് നിത്യതയിൽ നമ്മൾ എങ്ങനെ എത്തും? എത്തില്ല. യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ നമുക്ക് ഒരു രക്ഷയും ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. സ്തോത്രം. അപ്പോൾ ആമേൻ. ആ രണ്ടാം വാക്യം പറയുന്നു, നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നല്ലോ. ഇനി മൂന്നാം വാക്യം വായിച്ചു. ഏക സത്യദൈവമായ നിന്നെയും, സ്തോത്രം, ആരെ? പിതാവായ ദൈവത്തെ. സ്തോത്രം. ദൈവത്തെ നമ്മൾ അറിയുന്ന ആരിലൂടെയാണ്? യേശു ക്രിസ്തുവിലൂടെയാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്. നമ്മൾ ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് പിതാവായ ദൈവം പുത്രനായിട്ട് യേശുവിനെ തൻ്റെ, ആമേൻ, സ്തോത്രം, വചനത്തെ ജഡമായി ഭൂമിയിൽ അയച്ചത്. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. അല്ലേ നമ്മൾ ആരെ അറിയില്ല? പിതാവായ ദൈവത്തെ അറിയത്തില്ല. സ്തോത്രം. ദൈവത്തെ അറിയില്ല. ദൈവത്തെ അറിയാൻ കാരണമായി തീർന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ്? യേശു ക്രിസ്തു ജഡാവതാരം എടുത്തതിനാലാണ്. അതാ മൂന്നാം വാക്യത്തിൽ പറയുന്നത്, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. സ്തോത്രം. യേശു ഭൂമിയിലായിരുന്നപ്പോൾ ആരെയാണ് മഹത്വപ്പെടുത്തിയത്? പിതാവായ ദൈവത്തെയാണ് മഹത്വപ്പെടുത്തിയത്. പിതാവ് പറയാത്ത ഒരൊറ്റ വാക്ക് ആര് പറഞ്ഞിട്ടില്ല? യേശു പറഞ്ഞില്ല. മനുഷ്യരെ അവനോട്, പിലാത്തോസ് അവനോട് പറയാൻ പറയുന്നുണ്ട്. പക്ഷേ പിതാവ് പറയാത്തത് കൊണ്ട് യേശു എന്ത് ചെയ്യുന്നില്ല? ഒരക്ഷരം മിണ്ടുന്നില്ല. നിശബ്ദനാകേണ്ട സ്ഥലത്ത് യേശു നിശബ്ദനായി നിന്നു. എന്തുകൊണ്ട്? പിതാവ് സംസാരിച്ചില്ല. പിതാവ് പറഞ്ഞത് മാത്രമേ ആര് പറഞ്ഞുള്ളൂ? യേശു പറഞ്ഞുള്ളൂ. സ്തോത്രം. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും ദൈവം, ആമേൻ, യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ പിതാവായ ദൈവം ഓരോ പ്രവൃത്തികൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നിവർത്തിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശു പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. യേശു പിതാവിനെ മഹത്വപ്പെടുത്തിയതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? പിതാവിനെ മഹത്വപ്പെടുത്തണം. അതാണ് പിതാവായ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അഞ്ചാം വാക്യം, ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. സ്തോത്രം. ഈ ലോകം, പ്രപഞ്ചമെല്ലാം ഉണ്ടാകുന്നതിന് മുൻപേ യേശുവുണ്ട്. അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാൻ ഉണ്ട്. പ്രപഞ്ചമുണ്ടാകുന്നതിന് മുൻപേ പിതാവിന്റെ സന്നിധിയിൽ ആരുണ്ട്? ദൈവത്തിന്റെ വചനമായി ആരുണ്ട്? യേശുവുണ്ട്. എല്ലാം സൃഷ്ടിച്ചപ്പോൾ, ആമേൻ, പിതാവിന്റെ സന്നിധിയിലെ സൃഷ്ടിക്ക് കാരണമായി തീർന്ന വചനം ആരായിരുന്നു? ആമേൻ, യേശുവായിരുന്നു. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. സ്തോത്രം. എന്ന് വെച്ചാൽ, ആമേൻ, പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു, ആമേൻ, കുഴപ്പവുമില്ലാതെ വളരെ സന്തോഷത്തോടെ, ആമേൻ, സ്തോത്രം, സ്വർഗീയ അനുഭവത്തിലായിരുന്നു പുത്രനായ യേശു. ആ സ്വർഗീയ മഹിമ വിട്ട് ഭൂമിയിൽ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇനിയൊരു ക്രൂശ് മരണം വഹിച്ചിട്ട് താൻ മരണപ്പെടുമ്പോൾ, ആമേൻ, പിന്നത്തേതിൽ എന്ത് ചെയ്യണം? നിന്റെ ആത്മാവിൽ എന്നെ നിന്റെ സന്നിധിയിലേക്ക് മടക്കിക്കൊണ്ട് എന്ന് എന്നെ വീണ്ടും എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണമെന്നാണ് യേശു പറയുന്നത്. സ്തോത്രം. സ്തോത്രം. സ്വർഗീയ മഹിമ വിട്ടിങ്ങി പോരുന്നു, താണലോകത്തിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യണം? അവിടേക്ക് മടങ്ങി ചെല്ലണം. എങ്ങനെ ഇരുന്നുവോ അതേപോലെ എന്നെ എന്ത് ചെയ്യണം? നീ ഇരുത്തണം.
സ്തോത്രം. അതാ യേശു പറഞ്ഞത് എന്താണ്? ഞാൻ പോകുന്നു, പോയാൽ ആര് വരും? ആമേൻ, ആമേൻ. ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ത്രിയേകനാം ആമേൻ ദൈവം, ആമേൻ സ്തോത്രം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നാണ്. നമ്മളിൽ മൂന്നാളത്വമുള്ളതുപോലെ ദേഹം, ദേഹി, ആത്മാവ് ഉള്ളതുപോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേകനാം ദൈവം. യേശു പറഞ്ഞു, ഞാൻ പോയാൽ എന്നെപ്പോലെ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. നിങ്ങൾ നടക്കേണ്ടുന്ന വഴി അവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഉപദേശിച്ചു തരും. സ്തോത്രം. യേശു ചെയ്തതുപോലെ അത്ഭുതങ്ങൾ, യേശു ചെയ്തതിനേക്കാളും അത്ഭുതങ്ങൾ ആര് ചെയ്യും? പരിശുദ്ധാത്മാവ് ചെയ്യും. പരിശുദ്ധാത്മാവല്ലേ ചെങ്കടൽ വായിച്ചത്? പരിശുദ്ധാത്മാവല്ലേ യോർദാനെ വായിച്ചത്? പിതാവായ, ശ്രദ്ധിക്കണം കേട്ടോ തോമസ് ഏട്ടാ, 3 തോമസ് ആണ് ഇവിടെ. സ്തോത്രം. ഇതൊരു തോമസ്, അതൊരു തോമസ്, അതൊരു തോമസ്, 3 തോമസ് ഉണ്ട്. സ്തോത്രം. അതിനകത്ത് യേശുവിൻ്റെ ശിഷ്യനായിരുന്ന തോമസിനെ പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. 3 പേരില്ലേ? സ്തോത്രം. അങ്ങനാണോ? കണ്ടേ വിശ്വസിക്കത്തുള്ളൂ, അത്ഭുതം കണ്ടേ വിശ്വസിക്കത്തുള്ളൂ. സ്തോത്രം. കർത്താവ്, ഈ വിഷയത്തിൽ എനിക്ക് ഞാനൊന്ന് ഇറങ്ങത്തുള്ളൂ. സ്തോത്രം എന്നും പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ദൈവ അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ ദൈവ അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ. വലിയ വിടുതലയക്കും വരും. വിശുദ്ധിയും വേർപാടുമുള്ള ഒരു ദൈവസഭയായി മാറണം. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിൽ കിടന്ന ഇദ്ദേഹം പറഞ്ഞല്ലോ, ഇദ്ദേഹം വളരെ ക്രിമിനലായിട്ട് ജീവിച്ചു. ആ ക്രിമിനലിനെ എന്ത് ചെയ്തു? വിളിച്ചു. സ്തോത്രം. നമ്മുടെ സുമേഷ്, തമ്മനം ഷാജിയുടെയൊക്കെ ഗുണ്ടാ സംഘത്തിലുണ്ടായിരുന്ന ആളാണ്. ആരാ? സുമേഷ്. ആ സുമേഷ് കണ്ടില്ല, ഇരുന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ കരയുന്ന പോലെ ആയിരുന്നു കരയുന്നത് വചനം കേൾക്കുമ്പോൾ. സ്തോത്രം, സ്തോത്രം. അപ്പൊ പിതാവായ ദൈവമാണ് വിളിച്ചത്. അവരെ വിളിച്ച് എവിടെ കൊണ്ടുവന്നു? യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അതാണ് യേശു പറയുന്ന 6-ാം വാക്യം. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. നീ അവരെ എനിക്ക് തന്നു, നീ അവരെ എനിക്ക് കണ്ടോ? സ്തോത്രം. പിതാവിൻ്റെ സ്നേഹം കണ്ടോ? നമ്മൾ കുഴഞ്ഞ ചേറ്റിൽ, പാപത്തിൽ, ആമേൻ, നരകത്തിൻ്റെ തീക്ക് വേണ്ടി എണ്ണപ്പെട്ട് കഴിഞ്ഞവർ, അനന്തമായ ആ സ്വർഗീയ സ്നേഹം നമ്മെ തേടി വന്നു. ആ പിതാവിൻ്റെ കരം നമ്മെ തേടി വന്ന് പുത്രൻ്റെ അടുക്കലേക്ക് നമ്മളെ കൊണ്ടുവന്ന് പിതാവ് കൊണ്ടുവച്ചു. നീ ഇവനെ രക്ഷിക്ക എന്ന് പറഞ്ഞു. ആ രക്ഷിക്കാൻ വേണ്ടി പുത്രൻ കാൽവരിയിൽ ചൊരിഞ്ഞ ആ സംസാരിക്കുന്ന ഹാവേലിൻ്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ രക്തം കൊണ്ട് യേശു നമ്മുടെ പാപങ്ങളെ മുഴുവൻ കഴുകി ശുദ്ധീകരിച്ചു. നിർമ്മലമായി പിതാവിൻ്റെ സന്നിധിയിൽ നിർത്തുവാൻ ആഗ്രഹിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മെ കഴുകി വെടിപ്പാക്കി കർത്താവിൻ്റെ വരവിങ്കൽ അങ്ങനെ ശുദ്ധിയോടെ നിന്നാൽ നാം ലോകത്തിൽ നിന്ന് മറ്റുള്ളവരെ പോലെ കൈവിടപ്പെട്ടു പോകത്തില്ല. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ നാം ആമേൻ അവനോടൊത്ത് മേഘങ്ങളിൽ എടുക്കപ്പെടും. അതിനുവേണ്ടിയാണ് പിതാവായ ദൈവം നമ്മളെ ആരുടെ അടുക്കൽ കൊണ്ടുവന്നത്? അല്ലാതെ എസ്റ്റേറ്റും മറ്റു കാര്യങ്ങളും ഒന്നും തരാനല്ല. അതെല്ലാം ഈ ഭൂമിയിലേതാണ്. അതെല്ലാം ദൈവം ആവശ്യമെങ്കിൽ നമുക്ക് തരും. ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കാതിരിക്കും. അതല്ല ഏറ്റവും പരമപ്രധാനം. പരമപ്രധാനം എവിടെ പോകുന്നതാണ്? അങ്ങ് നിത്യതയിലെ പിതാവിൻ്റെ അടുക്കൽ നമ്മളെ ചേറ്റിൽ നിന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവന്നവൻ, വിളിച്ചവൻ, ആമേൻ, യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നവൻ്റെ അടുക്കൽ നമ്മൾ എത്തുക എന്നുള്ളതാണ്. സ്തോത്രം. എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കല്ലേ ഇത് വെളിപ്പെട്ടത്? അല്ലേ? പിതാവായ ദൈവം പുത്രൻ്റെ അടുക്കൽ നമ്മളെ കൊണ്ടുവന്നു, നമുക്കിത് വെളിപ്പെട്ടു. അല്ല, ഒരു കാര്യമുണ്ട്, ദൈവസഭകളിൽ ഇന്നും യേശു വെളിപ്പെടാതിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ശരിക്ക് വെളിപ്പെടാതെ എന്തിനാണ് ഇന്നും നിത്യത എന്താണെന്ന് അറിയത്തില്ല.
അവർ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഭൗതികമായ നന്മകളുടെ വിശാലതയ്ക്കാണ്ട് അവർ വരുന്നത്. നിത്യതയെക്കുറിച്ച് അങ്ങോട്ട് പോകേണ്ടതെന്ന് ചോദിച്ചാൽ അതറിയത്തില്ല. സ്തോത്രം, സ്തോത്രം. ഇവിടെ ഇരിക്കുന്നു. അന്ന് അറ്റാക്ക് എന്ന് മരിച്ചു പോയെങ്കിൽ എവിടെ പോയനെ? നിത്യതയിൽ പോകുമെന്ന് ഉറപ്പുണ്ടോ? നിത്യതയിൽ പോകത്തില്ല, നിത്യതയിൽ പോകത്തില്ല. അന്ന് മരിച്ചെങ്കിൽ നിത്യതയിൽ പോകത്തില്ല. ഇന്നെന്ത് ചെയ്യണം? എന്തിനാ ഒരു അവസരം തന്ന? പിതാവ് പുത്രനെ അയച്ച്, ദൂതനെ അയച്ച് നിങ്ങളെ വിടുവിച്ച എന്തിനു വേണ്ടിയാ? നിങ്ങളെ നിത്യതയിൽ ആവശ്യമുണ്ട്. നഷ്ടപ്പെട്ടു പോകാനുള്ള ആളല്ല, അങ്ങനെ നരകത്തിൽ പോകാനുള്ള ആളല്ല. അതുകൊണ്ട് ദൈവം സ്നേഹിച്ചു, ദൂതനെ അയച്ചു, വിടുവിച്ചു. ഇനി നമ്മൾ യഥാസ്ഥാനപ്പെട്ട് കൂടുതൽ ദൈവത്തോട് അടുത്ത് എന്ത് ചെയ്യണം? നിത്യതയിൽ കാണും. അതാ ദൈവത്തിന്റെ പദ്ധതി. ആ ദൈവസ്നേഹം ഓർത്ത് എപ്പോഴും എന്ത് ചെയ്യണം? ദൈവത്തെ. ഒറ്റയ്ക്കൊരു വീട്ടിൽ കിടന്ന ഒരാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണാവസ്ഥയിൽ കിടന്ന ആൾ വിടുവിക്കപ്പെട്ടു. നമ്മളത് മനസ്സിലാക്കണം. സ്തോത്രം. നിങ്ങൾ എത്ര സ്തുതിച്ചാലും മതി വരുത്തില്ല. എപ്പോഴും സദാ എൻ്റെ വാ തുറന്ന് സ്തോത്രം സ്തോത്രം പറയണം കേട്ടോ. തോമസ് ചേട്ടനെ വാ തുറന്ന് എപ്പോഴും എന്ത് ചെയ്യണം? സ്തോത്രം സ്തോത്രം ചെയ്യണം. എല്ലാ പ്രതികൂലങ്ങളും മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നത് കാണും. സ്തോത്രം ഒന്ന് ചെയ്തു നോക്കിയേ. ദൈവത്തിനൊരു വലിയ ഉദ്ദേശത്താലാണ് ആ മരണത്തിൽ നിങ്ങളെ വിടുവിച്ച് നിങ്ങൾ മരിച്ചു പോയെന്നല്ലേ പറഞ്ഞത്. നിങ്ങളുടെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാൻ വേണ്ടി നിങ്ങളെ കൊന്ന് ഊപ്പാട് വരുത്തിയ പിശാചിൽ അവരാശ്രയിച്ചു സഹോദരങ്ങൾ. പക്ഷെ ദൈവം ആമയെ വിട്ടു കൊടുത്തോ? പിശാചിന്റെ കയ്യിൽ വിട്ടുകൊടുത്താ? പിതാവായ ദൈവം നിങ്ങളെ സ്നേഹിച്ച് പുത്രന്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുക. ഒരു ശക്തിക്കും നിങ്ങളെ തൊടാൻ കഴിയത്തില്ലെന്ന് കര ഉയർത്തിയിട്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇപ്പോഴല്ലേ നമ്മൾ അറിഞ്ഞത്? പിതാവായ ദൈവമാണ് നമ്മളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് യേശുവിൻ്റെ പൈതലാക്കിയതെന്ന്. ഇപ്പോഴല്ലേ ശരിക്കും പറഞ്ഞത്? സ്തോത്രം, സ്തോത്രം. അത് യേശു പറയുകയാണ്. ആമേൻ. ഇതെന്താണ്? യേശുവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ആരോട്? പിതാവായ ദൈവത്തോടുള്ള ഒരു മുഴുനീള പ്രാർത്ഥനയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. സ്തോത്രം. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. 8-ാം വാക്യം. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. കണ്ടോ? സ്തോത്രം. പിതാവ് പറഞ്ഞതാണ്. ആര് പറഞ്ഞത്? പുത്രൻ ഭൂമിയിൽ പറഞ്ഞത്. പിതാവായ ദൈവം സ്വർഗത്തിലാണ്. ഭൂമിയിൽ ആര് വന്നു? ദൈവത്തിൻ്റെ സ്തോത്രം വചനം ജഡാവതാരം എടുത്തു. ദൈവം തന്നെ മനുഷ്യനായി വന്നു. ദൈവത്തിൻ്റെ വായായി ആര് നിന്നു? യേശു നിന്നു. അപ്പൊ യേശു സംസാരിക്കേണ്ടതിന് ആരാണ് വചനം കൊടുത്തത്? വാക്ക് പറഞ്ഞ സ്വർഗം പറഞ്ഞതുപോലെയാണ് യേശു സംസാരിച്ചത്. അതാ പറഞ്ഞത്, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവരത് കൈക്കൊണ്ടു. കണ്ടാ അത് ആമേൻ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അവർക്ക് അധികാരം കൊടുത്തു. യേശു പറയാണ്, നീ തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവരെന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞില്ല, കൈക്കൊണ്ടു. കൈക്കൊണ്ടവർക്ക് എന്തുണ്ട്? രക്ഷയുണ്ട്. തള്ളിക്കളഞ്ഞവരോ? സ്വത്രം ഒരന്തവുമില്ലാത്ത നരകത്തിലേക്ക് പോകും. ഈ ഭൂമിയിൽ തന്നെ നരകത്തിൻ്റെ വാതിൽ കണ്ടുപിടിച്ചെന്നാണ് നാസ. നരകത്തിൻ്റെ വാതിൽ കണ്ടുപിടിച്ച ഒരു ചിത്രം, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം നാസ പുറത്തുവിട്ടു. സ്തോത്രം. തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തോട്ട് ചെന്ന് വീണു ഒരു പ്രത്യേക വസ്ത്രം ധരിച്ച് അവർ ആഴത്തേക്ക് ഇറക്കി വിട്ടപ്പോൾ അതിലേക്ക് ഇറങ്ങിച്ചെന്ന ആൾ ഭയങ്കരമായ നിലവിളി അവിടെ കേൾക്കുന്നെന്നാണ് പറഞ്ഞത്. സ്തോത്രം. നരകത്തിൻ്റെ വാതിൽ
കണ്ടുപിടിക്കുവാൻ ഇടയായി തീർന്നു എന്ന് പറയുന്നു. സ്തോത്രം. 8-ാം വാക്യം, നീ എനിക്ക് തന്ന വചനം അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചും ഇരിക്കുന്നു. ആരെ? നമ്മൾ. അങ്ങനല്ലേ? ഇത് വിശ്വസിക്കാത്തവരല്ലേ ലോകത്തിലുള്ളവര്? ഏതാ? യേശു ദൈവമല്ലെന്ന് വിശ്വസിക്കുന്നവരല്ലേ കൂടുതലും? പ്രവാചകനെന്ന് പറയുന്നവരല്ലേ? ദൈവത്തിൻ്റെ അടുക്കൽ നിന്നാണ് യേശു വന്നതെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ കൂടുതലും? ഇല്ല. സ്തോത്രം. യേശു പിതാവായ ദൈവത്തോട് നമ്മെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? സാക്ഷ്യം പറയുകയാണ്. അപ്പം നമ്മൾ ഇങ്ങനല്ലെങ്കിൽ യേശു നമ്മളെക്കുറിച്ച് എന്ത് സാക്ഷ്യം പറയും? സ്തോത്രം. നമ്മൾ ഇങ്ങനെ അല്ലെങ്കിൽ, ഈ ഒരു വിശ്വാസത്തിലല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എന്ത് സാക്ഷ്യം പറയും? ഇവിടെ പറയുകയാണ്, ആമേൻ, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. ഈ ലോകത്തിന് വേണ്ടി ആര് പ്രാർത്ഥിക്കുന്നില്ല? യേശു പ്രാർത്ഥിക്കുന്നില്ല. യേശു അപേക്ഷിക്കുന്ന ആർക്ക് വേണ്ടിയാ? അവന് വേണ്ടി വില കൊടുക്കുന്ന, പിതാവ് ആകർഷിച്ചിട്ട് പുത്രന്റെ സന്നിധിയിൽ വന്ന് അവനെ ആരാധിക്കുന്നവർക്ക് വേണ്ടി ആരപേക്ഷിക്കും? യേശു പിതാവിനോട് അപേക്ഷിക്കും. ഇന്ന് പകൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നീ ആയിരിക്കുമ്പോൾ നിന്റെ വിഷയത്തിന്റെ അപേക്ഷ പിതാവിന്റെ സന്നിധിയിൽ യേശു പകരുകയാണ്. ഇന്ന് നമ്മുടെ വിഷയങ്ങളെ വ്യക്തമായി പറയുകയാണ് ദൈവാത്മാവ്. നിന്റെ വിഷയങ്ങളെ എന്ത് ചെയ്യുന്നു? പിതാവിന്റെ സന്നിധിയിൽ അപേക്ഷയായി വെക്കുകയാണ്. മറുപടിയുണ്ട്. സ്തോത്രം ചെയ്തോ? അതിന് നീക്കുപോക്ക് വരും. ആമേൻ. അതിന് വിടുതൽ വരും. നീ തലയായി തന്നെ നിന്റെ ഭവനത്തിൽ വെളിപ്പെടും. അടുത്ത വാക്യം വായിച്ചാട്ടെ. ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. കണ്ടോ? നമുക്ക് വേണ്ടിയാണ് ആരപേക്ഷിക്കുന്നത്? നമ്മുടെ കർത്താവ്. നാട്ടുകാർക്ക് വേണ്ടിയല്ല. മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും അന്യദൈവങ്ങളെയും അവയും മാതാവിനെയും പുണ്യാളന്മാരെയും ആരാധിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയല്ല അവൻ അപേക്ഷിക്കുന്നത്. പിന്നെ പുത്രന്റെ കുഞ്ഞാട്ടിന്റെ അടുക്കൽ വന്ന് തങ്കച്ചോരയാൽ കഴുകപ്പെട്ട് വിശ്വാസം ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ ആരാധിക്കുന്നവന്റെ അപേക്ഷ പിതാവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാനാ പുത്രനായ ദൈവം പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നത്. ഏക മധ്യസ്ഥൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 10-ാം വാക്യം. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ എൻ്റെ ഒന്നും കൊടുക്കത്തില്ല. എൻ്റെ ഒന്നും ആർക്കും കൊടുക്കത്തില്ല. വേറെ ആർക്കും കൊടുക്കത്തില്ല. എൻ്റെ സ്ഥാനം കൊടുക്കത്തില്ല. ആമേൻ. സ്തോത്രം. എൻ്റെ ഒരു സാധനവും ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കത്തില്ല. ഇവിടെ നോക്കണം. യേശു പറയാണ്, എന്താണ്? എൻ്റേതെല്ലാം. ആമേൻ. പിതാവ് കൊണ്ടുവന്നു. അവരെ വചനം കേട്ടു രൂപാന്തരപ്പെട്ടപ്പോൾ ആരുടേതായി? യേശുവിൻ്റെതായി. നമ്മള് പിതാവായ ദൈവത്തിൻ്റെ, ആമേൻ, പിതാവായ ദൈവത്തിനാണോ നമ്മൾ മഹത്വം കൊടുക്കുന്നത്? അല്ല. നമ്മളറിഞ്ഞില്ല പിതാവാണ് നമ്മളെ കൊണ്ടുവന്ന്. യേശു നമ്മളെ ആരുടെ അടുക്കലാണ് കാണുന്നത്? യേശുവിനെയാണ് കാണുന്നത്. അപ്പൊ നമ്മൾ യേശുവിനാണ് മഹത്വം കൊടുത്ത് യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പക്ഷേ ആ മഹത്വം മുഴുവനും യേശു എന്ത് ചെയ്യുന്നില്ല? ഇങ്ങെടുക്കുകയല്ല. ഇതെല്ലാം എനിക്കിരിക്കട്ടെ എന്ന് പറയല്ല. ആമേൻ. എന്നെന്താണ്? എൻ്റേതെല്ലാം നിന്റേതാണ്. ഇവരെല്ലാം ആരുടേതാണ്? നിന്റേതാണ്. സ്തോത്രം. എൻ്റേതെല്ലാം നിന്റേതും നിന്റേത് എൻ്റേതുമാകുന്നു. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഐക്യതയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തമ്മിലുള്ള ത്രിയേക ദൈവത്തിൻ്റെ ഒരു പൂർണ്ണമായ ഐക്യതയാണ് നമ്മൾ അവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ഐക്യതയിൽ, അതാണ് പൗലോസ് പറയുന്നത്, ആ ഐക്യതയിൽ സമാധാന ബന്ധം കാപ്പാൻ സൂക്ഷിക്കുവിൻ. നമ്മൾ ആ ഐക്യതയിൽ വേണം നിൽക്കുവാൻ. സ്തോത്രം. ഭിന്നതയുടെ ആത്മാവ് നമ്മളെ ഭരിക്കരുത്. ഭിന്നതയുടെ ആത്മാവ് നമ്മളെ ഭരിക്കരുത്. സമാധാന ബന്ധത്തിൽ, ഐക്യതയിൽ നമ്മൾ അതിനെ സൂക്ഷിക്കണം. സ്തോത്രം. ഹല്ലേലൂയ.
നമ്മൾക്ക് വേറെ ആർക്കും ഒരാളെ കൊണ്ടുവരുന്നതിന് ക്രെഡിറ്റ് ഇല്ല. ആരാണ് കൊണ്ടുവരുന്നത്? അയാളെ പിതാവായ ദൈവമാണ് കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ലോകത്തിലിരിക്കുന്നു. യേശു ആരുടെ അടുക്കൽ പോയി? പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. നമ്മളെക്കുറിച്ചുള്ള കരുതലൊന്ന് ഓർക്കണം. നമ്മൾ ഈ വചനങ്ങളൊക്കെ ഒന്ന് ആഴമായി ധ്യാനിക്കണം. നമ്മൾ ഒറ്റയ്ക്കല്ല. സ്തോത്രം. നമുക്ക് തോന്നും എന്നെ കൈവിട്ടു, ദൈവം എന്നെ അറിയുന്നില്ല, എൻ്റെ കൂടില്ല. അല്ല, സ്തോത്രം. കൈവിട്ടില്ല. വിട്ടോ അച്ഛാ? എല്ലാവരും വിട്ടുപോയില്ലേ? 50 രൂപ പോലും എടുക്കാനില്ലാത്ത സാഹചര്യം, 5 രൂപ പോലും ഇല്ലാത്ത സാഹചര്യം. ആമേൻ. അന്നേരവും ആമേൻ. അച്ഛൻ ആമേൻ. കർത്താവ് കൈവിട്ടില്ലല്ലോ. ഇല്ല. സ്തോത്രം. ആമേൻ. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. അവിടെ പറയുകയാണ്, നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. സ്തോത്രം. നമ്മളെ ആരും സ്നേഹിക്കുന്നില്ല. ലോകക്കാര് സ്നേഹിക്കുന്നില്ല. എന്തുകൊണ്ട് സ്നേഹിക്കുന്നില്ല? അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു. പെന്തക്കോസുകാരൻ ഈ വീട്ടിൽ വേണ്ട, വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു. സ്തോത്രം. എന്തുകൊണ്ടാണ് അവരെന്നെ സ്നേഹിക്കാതിരുന്നത്? ഞാൻ ലോകക്കാരനല്ല. ഞാൻ ലോകക്കാരനായിരുന്നെങ്കിൽ അവരെന്നെ സ്നേഹിച്ചേനെ. അവിടെ പാർട്ടി നടന്നേനെ, മദ്യപാനമുണ്ടായേനെ, പൊട്ടച്ചൊല്ലുണ്ടായേനെ, തമാശ കളി വാക്കുകളുണ്ടായേനെ, സന്തോഷമുണ്ടായേനെ. ലോകത്തിൻ്റെതാണത്. പക്ഷെ ഞാൻ ലോകക്കാരനല്ലാത്തത് കൊണ്ട് ലോകം എന്നെ തള്ളി. അതാ യേശു പറയുന്നത്, നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം നമ്മളെ എന്ത് ചെയ്തു? പകയ്ക്കുന്നു. അല്ലേ? സ്തോത്രം. അത് നമ്മൾ മനസ്സിലാക്കണം. ലോകം നമ്മളെ പകയ്ക്കുന്നില്ലെങ്കിൽ നാം മനസ്സിലാക്കണം, നമ്മൾ ശരിയല്ല. ലോകം നമ്മളെ പകയ്ക്കുകയാണെങ്കിൽ നമ്മൾ ട്രാക്കിലാണ് ഓടുന്നത്. മറ്റുള്ളവർ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആരാധനയും കുറ്റം പറയുകയും പകയ്ക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ശരിയായിട്ടാണ് ഓടുന്നത്. നിന്നെ ലോകം സ്നേഹിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നീ ലോകത്തിനുള്ള വ്യക്തിയല്ല നീ. എങ്കിൽ നീ ദൈവത്തിൻ്റെതാണെങ്കിൽ ലോകം നിന്നെ എന്ത് ചെയ്യും? പകയ്ക്കും. ലോകബന്ധം കൈവെടിയും ദ്രോഹിച്ചു നിന്നെ പുറം തള്ളും. ലോകബന്ധം കൈവെടിയും ദ്രോഹിച്ചു നിന്നെ പുറം തള്ളും. പാവനൻ താൻ സ്നേഹത്തോടെ അരികിലുണ്ട്. കടന്നുവാ യേശു നിന്നെ വിളിക്കുന്നു. കടന്നുവാ യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. വായിച്ചോ. ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പിതാവായ ദൈവവും പുത്രനായ യേശുവും ഒന്നായിത്തീരുന്നത് പോലെ നാമും എന്താകും? ഒന്നാകും. പരിശുദ്ധനായ ദൈവമാണ്. പരിശുദ്ധനായ ദൈവത്തോട് നാം ഒന്നാകണമെങ്കിൽ നമുക്കെന്ത് വേണം? പരിശുദ്ധി വേണം. ലോകത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും വേർപെടണം. ലോകത്തിന്റെ ഒരു അശുദ്ധിയും നമ്മുടെ ഇടയിൽ പറക പോലും അരുത്.
അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പരിശുദ്ധനായ ദൈവത്തോട് ചേരും? എത്ര വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കണം? രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ, സ്നാനപ്പെട്ടത് കൊണ്ടോ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത് കൊണ്ടോ എന്തെങ്കിലും ഫലമുണ്ടോ? നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിച്ച് നിർമ്മലതയോടെ, പവിത്രതയോടെ ശരീരത്തെയും ആത്മാവിനെയും സൂക്ഷിക്കുന്നില്ലെങ്കിൽ മരിച്ചാൽ നിത്യതയിലെത്തുമോ? ആരോടാ ചേരേണ്ടത്? അത് മനസ്സിലാക്കൂ. പവിത്രനായ, നിർദോഷിയായ, പാപമില്ലാത്ത യേശുവിനോട്, പിതാവായ ദൈവത്തോടാണ് നാമം ഒന്നായി ചേരേണ്ടത്. യേശു പറയാണ്, ഞാൻ പിതാവേ നിന്നോട് ചേർന്നതുപോലെ അവരും നമ്മോട് ചേരേണ്ടതിന്. യോഗ്യത ഉണ്ടോ വെച്ചാ? അങ്ങനെ ചേരാനുള്ള യോഗ്യത നമുക്കുണ്ടായിരുന്നോ? ഇപ്പോഴില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ നമുക്കത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ സമയമുണ്ട്. ഇപ്പം നമുക്ക് ഇച്ചിരി കാര്യങ്ങളൊക്കെ കാണാം, ഇച്ചിരി പാപത്തിൻ്റെ വഴിയിലൊക്കെ പോകാം എന്നൊക്കെ ചിന്തിച്ചാൽ സമയം ഇല്ല. അറിഞ്ഞിട്ട് മനഃപൂർവ്വം പാപം ചെയ്താൽ ദൈവം ക്ഷമിച്ചാൽ കൊള്ളാം. സ്തോത്രം. അതുകൊണ്ട് ആമേൻ, വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ചേരേണ്ടത്. പരിശുദ്ധനായ ദൈവത്തോടാണ് നമ്മൾ ചേരേണ്ടത്. എങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം? പരിശുദ്ധമായൊരു ജീവിതം നയിക്കണം. സ്തോത്രം. കണ്ട, ഞാൻ ഇനി ലോകത്തിൽ ഇരിക്കുന്നില്ല, ഞാൻ ഇനി എന്ത് ചെയ്യുന്നു? നിന്റെ അടുക്കലേക്ക് വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന്, വായിച്ചോ, എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തെ അവരെ കാത്തുകൊള്ളണമേ. യേശു അങ്ങ് ഭൂമിയിൽ നിന്ന് പോവുക. സ്തോത്രം. ഏത് നാമമാണ്? പരിശുദ്ധാത്മാവ് നമ്മളെ കാക്കുന്നത് ഏതാണ്? ഏത് നാമമാണ് നമ്മൾ പറയുന്നത് എപ്പോഴും? യേശുവിൻ്റെ നാമം. ഈ നാമമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? കാക്കുന്നത്. യേശുവിൻ്റെ നാമം എടുത്ത് അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല. സ്തോത്രം. നിന്റെ എൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. വായിച്ചാട്ടെ ട്രീസ. ആമേൻ. ശിഷ്യന്മാരെ കാത്തുകൊണ്ട് സൂക്ഷിച്ചത് യേശു അദൃശ്യനായ ഒരു നാമമായിരുന്നു. ഏത്? യേശു എന്ന നാമം. ആ നാമത്തിലാണ്, അത് പിതാവായ ദൈവം പകർന്നു നൽകിയതാണ്. യേശു എന്ന നാമം പുത്രന് കൊടുത്തതാണ്. ഭൂമിയിലായിരുന്നപ്പോൾ പുത്രൻ ഇട്ടുകൊടുത്ത പേരാണ് യേശു എന്ന നാമം. അവൻ ദൈവമാണ്. മനുഷ്യനായി വന്ന ദൈവത്തിന് പിതാവായ ദൈവം കൊടുത്ത പേരാണ് യേശു. ആ നാമത്തിലാണ് ആരെ കാത്തു സൂക്ഷിച്ചത്? പുത്രൻ. എല്ലാ ശിഷ്യന്മാരെയും സൂക്ഷിച്ചത്. പക്ഷേ ഒരാൾ മാത്രം കൈവിടപ്പെട്ടു. സ്തോത്രം. അത് യേശു അവിടെ പറയുന്നുണ്ട്. വായിച്ചാട്ടെ. നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതിന്. ആ നാശയോഗ്യൻ ആരാണ്? യൂദാസ്. അവരിലാരും ഒരാൾ മാത്രം പോയി. സ്തോത്രം. അതേപോലെ യൂദാസിന്റെ ആത്മാവില് കർത്താവിന്റെ നാമത്തിൽ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നശിച്ചു പോകുവാൻ വേണ്ടി മാത്രം പോകുന്ന അനേകം ആളുകളുണ്ട് ആത്മീയ വേഷം ധരിച്ച്. സ്തോത്രം. നമ്മൾ അതുപോലെ ആകരുത്. നമ്മൾ ആരെ പോലെ ആയിരിക്കണം? മറ്റു 11 ശിഷ്യന്മാരെ പോലെ ആയിരിക്കണം. യേശുവിന്റെ നാമം നമ്മളെ കരുതും, സൂക്ഷിക്കും, പരിപാലിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നാളെ നമ്മൾ മരിച്ചുപോയി, എന്തെങ്കിലും കൊണ്ടുപോകുമോ? നമ്മുടെ വാഹനമോ നമ്മുടെ സൗകര്യമോ വല്ലതും എടുത്ത് പെട്ടിക്കകത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഞാനിതങ്ങ് കൊണ്ടുപോകാമേ എന്ന് പറയൂ? ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ ഒന്ന് കൊണ്ടുപോകാൻ പറ്റും. എന്ത്? നമ്മുടെ ഈ വിലപ്പെട്ട ആത്മാവിനെ
നാം പവിത്രതയോടെ, നിർമ്മലതയോടെ, പരിശുദ്ധിയോടെ ജീവിച്ചാൽ, ഈ ലോകത്തിൻ്റെതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും മരിച്ചാൽ എവിടേക്കെത്താം? പിതാവിൻ്റെ സന്നിധിയിൽ, ശ്രേഷ്ഠമായ സ്ഥലത്ത്, അല്ലലില്ലാത്ത, കണ്ണീരില്ലാത്ത, വേദനയില്ലാത്ത, രോഗമില്ലാത്ത ഒരു രാജ്യത്ത് നമ്മൾ എത്തിച്ചേരും. സ്തോത്രം. അവിടെ എന്തില്ല? ദുഃഖമില്ല, കണ്ണീരില്ല, മുറവിളിയില്ല, ഒന്നുമില്ല. കർത്താവ് തൻ്റെ കണ്ണീരെല്ലാം, നമ്മുടെ കണ്ണീരെല്ലാം കണ്ണിൽ നിന്ന് എന്ത് ചെയ്യും? തുടച്ചു കളയും. ആ രാജ്യം നമ്മൾ കണ്ടിട്ടില്ല, ആ സ്ഥലം നമുക്ക് അറിയത്തില്ല. ആമേൻ. അതാ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്. ആമേൻ. പിതാവായ ദൈവം നമുക്കായി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നമ്മളങ്ങ് വിശ്വസിക്കുകയാണ് സ്വർഗത്തില് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് ഒരു ഔട്ട്ലൈൻ മാത്രമേ തന്നിട്ടുള്ളൂ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പാപം നമ്മുടെ മുമ്പിൽ തന്നെ, കയ്യിൽ തന്നെ ഉണ്ട് പാപം, അല്ലേ? ഇല്ലേ? നമ്മുടെ കയ്യിരിക്കുന്ന മൊബൈലിനകത്ത് പാപമില്ലേ? നിറയെ പാപമാണ്. സ്തോത്രം. ഈ പാപം കണ്ട് ജീവിക്കുന്ന, രസിക്കുന്ന എത്രയോ ദൈവദാസന്മാർ, ദാസിമാർ, വിശ്വാസികൾ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുമോ? ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, രാത്രി ഞാനിരുന്ന് ആമേൻ സ്തോത്രം ഫോൺ വീഡിയോ ഒക്കെ കണ്ട് രസിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടുമോ? ആത്മീയ ജീവിതം ആകെ തകർന്ന്, വെള്ള ഉടുപ്പ് ഇതേപോലെ ഇട്ടിട്ടുണ്ട്, വെള്ള ഉടുപ്പുണ്ട്, കറുത്ത പാൻ്റുണ്ട്, ബൈബിളും ഉണ്ട്, പക്ഷെ ആള് വീണ് കിടക്കുക. വേറൊരു ആത്മാവ് കയറും. നമ്മളെക്കുറിച്ച് ഒരാളൊരു അപവാദം പറഞ്ഞു, ആയിക്കോട്ടെ, സ്തോത്രം, ഒരു പഴി പറഞ്ഞു, അതൊക്കെ പറഞ്ഞോട്ടെ, എന്തും പറഞ്ഞോട്ടെ. കർത്താവ് നോക്കുന്നത് നമ്മുടെ ജീവിതം ശരിയാണെന്നാണ്. നീയും ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാണെന്നാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം. ഒരു നല്ല തീരുമാനമെടുക്കണം. ആമേൻ. ഞാൻ വിശുദ്ധിയോടെ ജീവിച്ച് ഞാൻ മരിച്ചാൽ നിന്റെ സന്നിധിയിലെത്തും. സ്തോത്രം. ഹല്ലേലൂയ. നിസ്സാര കാര്യമൊന്നുമല്ല. പിശാച് കയറുമ്പോൾ ആരും അറിയത്തില്ല, ഇറങ്ങിപ്പോകുന്ന അറിയും, കുറേ പേരെ അറിയും. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. പിശാച് കയറുന്ന ആരെങ്കിലും അറിയോ? ഇറങ്ങി പോകുന്നത് അറിയും. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എന്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന്. ഇത് ലോകത്തിൽ വെച്ച് സംസാരിച്ചിരിക്കുന്നു. ഇത് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ സംസാരിച്ച കാര്യമാണ്. സ്വർഗത്തിൽ നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയും ആര്? യേശു. സ്തോത്രം. ഇത് ഭൂമിയിൽ വെച്ച്, ഈ ലോകത്തിൽ വെച്ച് സംസാരിച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. നമുക്ക് എന്ത് തന്നിരിക്കുന്നു? വചനമുണ്ട്. ഏത് പ്രതിസന്ധികളെ അതിജീവിക്കാൻ ആവശ്യമായ വചനം ഈ ബൈബിളിലുണ്ട്. ആ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത് തിരക്കണം. എൻ്റെ പ്രതിസന്ധിയുടെ പരിഹാരത്തിന്റെ വചനം എവിടെ? അതാണ് ആര് പറഞ്ഞു? ഇരമ്യാ പറഞ്ഞു, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി പഠിച്ചിരിക്കുന്നു, നിന്റെ വചനം എനിക്ക് ഹൃദയത്തിന് ആനന്ദവും സന്തോഷവുമായി തീർന്നു. സ്തോത്രം. തിരുവചനത്തിൽ അന്വേഷിച്ചാൽ ഇതിനകത്തൊന്നും കാണാതിരിക്കത്തില്ല, എല്ലാം കിട്ടും. നിന്റെ വിഷയത്തിന്റെ എല്ലാ ഉത്തരവും ഇതിലുണ്ട്. ആ വചനം നീ എന്ത് ചെയ്യണം? പറയണം. വായിച്ചാട്ടെ അടുത്ത വാക്യം. ആ ആമേൻ. സ്തോത്രം. ഞാനങ്ങ് പോകും. അവർ ഈ ലോകത്തിലാണ്, പക്ഷെ എന്നെ എടുക്കുന്ന പോലെ ഇവരെയും ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അവർ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെയും പിശാചിന്റെ പിടിയിൽ നിന്ന് അവരെ വിടുവിക്കണം. പിശാചിന്റെ യേശുവിന്റെ സ്നേഹം കണ്ടോ? നമ്മൾ വെറുതെ ചെന്ന് പിശാചിന്റെ ഇടയിലോട്ട് കയറി കൊടുക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ വിശുദ്ധിയോടെ ജീവിച്ചാൽ ആര് സംരക്ഷിക്കും? പിശാചിന്റെ പിടിയിൽ നിന്ന് യേശു സംരക്ഷിക്കും. പിതാവ് നമുക്ക് വേണ്ട സംരക്ഷണം കൽപ്പിക്കും, ദൂതന്മാരെ കൽപ്പിച്ചയക്കും. അതോ പറയുന്നത്? യേശു പറയുകയാണ്, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല പറയുന്നത്, പിന്നെയോ പിശാചിന്റെ കയ്യിൽ നിന്ന് ഇവരെ എന്ത് ചെയ്യണം? വിടുവിക്കണം. സ്തോത്രം, സ്തോത്രം. ലോകത്തിന്റെ ദൈവം ആരാണ്? പിശാച്. നാം എവിടെയാണ് പാർക്കുന്നത്? ഈ ലോകത്തില്. അപ്പൊ ഇവന്റെ പിടിയിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടണമെന്ന് യേശു പറയുകയാണ്, പിതാവിനോട് പറയുകയാണ്. സ്തോത്രം. വായിച്ച്. 3-ാം ദിവസം നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും.
ആമേ സ്തോത്രം. നീ ആമേ മരണപ്പെട്ട് മാറ്റപ്പെടുകയില്ല. നിന്റെ ജീവിതത്തിൽ എന്തുണ്ട്? ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അത് നിന്റെ കണ്ണാൽ കാണും. സ്തോത്രം. കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അതെ, അങ്ങനെ തന്നെ ആയിരിക്കത്തില്ല. ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നിന്റെ മരണം, നീ മരിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി അടക്കം കഴിഞ്ഞു, ഇവൻ ഒന്നുമില്ല, ഇവൻ പുറത്തു വരുത്തില്ല ഇനി. അത് പിശാച് പറയുന്നതാ. പിശാച് അതിൽ അട്ടഹസിച്ച് ചിരിച്ചു. പക്ഷേ ആ പൂട്ട് പൊളിയും, ആ കല്ലറ പൊളിയും. നീ ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. നീ ലോകത്തിന്റെ നടുവിൽ നിൽക്കും. അല്ലേ? അതാണ് പറയുന്നത്. വായിച്ചോ. സ്തോത്രം. കണ്ടോ? ആ ആ എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ സ്നേഹം നോക്കൂ. നമ്മളെ അങ്ങോട്ട് കേട്ടത്തില്ലെന്നല്ല, പിന്നെയോ ഉലക സ്ഥാപനത്തിന് മുമ്പേ പിതാവിന്റെ സന്നിധിയിൽ യേശുവിനുണ്ടായിരുന്ന മഹത്വത്തില് ആ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന യേശുവിന്റെ വലത്തുഭാഗത്ത് നമ്മളെയും കൊണ്ടിരുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ് നാം കാണുന്നത്. ആ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ യേശു കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? മറക്കുമോ? പട്ടിണി കിടക്കാൻ ഇതുവരെ അനുവദിച്ചില്ലല്ലോ. കടങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ആമേൻ. ഒരു ക്രൂശ് മരണവും ജീവിതത്തിൽ കഴിഞ്ഞിരിക്കാം, പക്ഷേ ഒരു ഉയർപ്പുണ്ട്. സ്തോത്രം. നീ ആമേ ചത്തൊടുങ്ങുവാൻ, നീ അവസാനിക്കുവാൻ ദൈവം ആമേ നിശ്ചയിച്ചിട്ടില്ല. നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്ക തന്നെ ചെയ്യും. കാക്കയാലാഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാക്കയാലാഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. പാടിയാട്ടെ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ?